നമസ്തേ. കൃഷ്ണീയം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആധ്യാത്മിക സപര്യ നയിക്കുന്നത് വേദാന്ത ആചാര്യനും ജ്യോതിഷിയുമായ ബ്രഹ്മശ്രീ പാലങ്ങാട്ട് കൃഷ്ണൻ നമ്പൂതിരി. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർച്ചയായ വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സ് വഴിയോ നേരിട്ട് വാട്സാപ്പ് നമ്പർ വഴിയോ അറിയിക്കാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവദ്ഗീത അഥ ദ്വിതീയോധ്യായഃ. സാംഖ്യയോഗഃ. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. ശ്രീഭഗവാനുവാച കുതസ്ത്വാകശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ നൈതദ്വയ്യുപപദ്യത്തെ. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന. ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാ വരിസൂദന. ഗുരൂന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രധിഗ്ധാൻ. ന ചൈതദ്വിദ്മഃ കദരന്നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ. യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. കാർപണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ. യച്ഛ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം. അവാപ്യ ഭൂമൗ അസഭഗ്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപ. നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത. സേനയോരുഭയോർമധ്യേ വിഷീദന്തമിതം വചഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. ശ്രീകൃഷ്ണായ പരസ്മൈ ബ്രഹ്മണേ നമഃ. ഗീതാശാസ്ത്രത്തിലെ
രണ്ടാമത്തെ അധ്യായം തുടങ്ങുകയാണ്. അതിൽ 10 ശ്ലോകങ്ങളാണ് ഇതുവരെ നമ്മൾ കേട്ടത്. അപ്പോൾ ആദ്യത്തെ അധ്യായം കഴിഞ്ഞു. അർജുന വിഷാദയോഗം എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗം എന്നാണ്. സമ്യഖ്യാനം എന്നാണ്. സാഖ്യം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. സാഖ്യയോഗം എന്ന് വെച്ചാൽ ജ്ഞാനം പറഞ്ഞു തരുന്നത് എന്നാണ് അർത്ഥം. ഇതെന്താണ് അങ്ങനെ വരാനുള്ള കാരണം ആണെങ്കിൽ, കഴിഞ്ഞ അധ്യായത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ നിർത്തുമ്പോൾ എന്താ ഉണ്ടായത്? ഏവം ഉക്ത്വ അർജുന സംഘേ രഥോപസ്ഥ ഉപാവിശൽ വിസൃജ്യ സശരം ചാപം ശോകസംവിക്തമാനസ എന്ന് പറയുന്നുണ്ടായി. ഇവിടെ ഇപ്രകാരം പറഞ്ഞിട്ട് ഈ യുദ്ധക്കളത്തിൽ ആയുധങ്ങളെ ഉപേക്ഷിച്ച് അർജുനൻ അവിടെ ഇരുന്നു. വിസൃജ്യ എന്നാണ്. സശരം വിസൃജ്യ എന്നുള്ളതാണ് കാരണം. എല്ലാ ആയുധങ്ങളെയും അങ്ങ് ഉപേക്ഷിക്കുക. എന്നിട്ട് അവിടെ ഇരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ശോകസംവിക്തമാനസ, അഹന്താമപതകൾ അതന്നെ. ശോകമോഹവും സംസാര ഹേതു മുഖമായിരിക്കുന്ന ശോകമോഹങ്ങൾ. അതാണ് ഒരു ഭാഗത്ത് ശോകം, ഒരു ഭാഗത്ത് മോഹം. ഇത് രണ്ടും കൂടി ആയപ്പോൾ ഒന്നും പിന്നെ പറയാനില്ല. ഞാൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, യാത്ര എത്രത്തോളമായി, ഇപ്പോഴെവിടെയാണ്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, ഇതൊന്നും അറിയാതാവല്ലോ. ഇതൊന്നും ചിന്തിക്കൂല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ആദ്യമേ പ്രവൃത്തിപഥത്തിൽ വരുമായിരുന്നു. ഒന്നും ചിന്തിക്കാത്തത് കൊണ്ട് അതൊന്നും വന്നില്ല. പക്ഷേ ചിന്ത ഇവിടെ വെച്ചിട്ടാണ് വന്നത്. ചിന്ത നല്ലത് തന്നെ. ധാർമ്മികമായ ചിന്ത നല്ലതാണ്. നമ്മൾക്ക് അർജുനനെ പോലത്തെ ഒരു ശുദ്ധന് ചിന്ത വന്നപ്പോൾ ദുഃഖം വന്ന ദുഃഖത്തിൽ നിന്നും ചിന്ത ഉടലെടുത്തപ്പോൾ ധർമ്മത്തെക്കുറിച്ച് ബോധം, മറ്റുള്ളവർക്കുണ്ടാകുന്ന ക്ലേശത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, ഈ ജീവജാലങ്ങളെക്കുറിച്ച്, ക്ലേശങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. എന്നാൽ ഇതുപോലെ തന്നെയല്ലേ ദുര്യോധനാദികളും. അവരെന്താ ചിന്തിച്ചത്? തൻ്റെ സ്വാർത്ഥതയും വിജയവും മാത്രം, അല്ലാതെ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്വശുദ്ധി ഉണ്ടെങ്കിൽ, ചിത്തം ശുദ്ധമാണെങ്കിൽ മാത്രമേ അയാൾക്ക് സച്ചിന്ത വരുള്ളൂ. സച്ചിന്ത എന്ന് വരുന്നുവോ അന്നേ സത്പ്രവർത്തികൾ വരുള്ളൂ. സത്പ്രവർത്തികൾ എന്ന് വന്നോ അന്നേ സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ സുഖമില്ലാതെ ഉണ്ടാവാനുള്ള കാരണം മറ്റൊരാളുടെ കുറ്റമല്ല, അവനവൻ്റെ കുറ്റം. എനിക്ക് സുഖമില്ല, ഒന്നും നേരെയാവില്ല എന്ന് പറയുന്നത് വേറൊരാൾ പറയേണ്ട കാര്യമില്ല. അത് അവനവൻ തന്നെയാണ് അതിന് കാരണം. അതുകൊണ്ട് സ്വയം ചിത്തശുദ്ധി ഉണ്ടാക്കാൻ ശ്രമിക്കൂ, അതാണ് വേണ്ടത് എന്ന്. ശോകസംവിക്തമാനസ എന്നുള്ളതാണ് ഇവിടെ കാരണം. അടുത്ത അധ്യായം പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം അതാണ്. ശോകസംവിക്തമാനസനായിട്ട് എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഈ ശോകം കൊണ്ട്, മോഹം കൊണ്ടും
എല്ലാം ഉപേക്ഷിച്ചതാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ ഉപേക്ഷിച്ചതല്ല എന്ന് വന്നുവല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ശോകമോഹങ്ങൾ എവിടെ നിന്ന് വന്നു, അതെങ്ങനെ നശിപ്പിക്കാം, അതിനെന്താണ് കാരണം എന്നുള്ളതൊക്കെ ചിന്തനീയാണ്. അപ്പോഴാണ് എന്തായിരുന്നാലും ശരി, ഇരുട്ട് പോണെങ്കിൽ എന്തു വേണം? വെളിച്ചം വേണം. അപ്പോൾ വെളിച്ചം തന്നെയാണ് ഇതിനുള്ള ഒരു മാർഗം, ജ്ഞാനം. അതാണ് വെളിച്ചം. അപ്പം അജ്ഞാനം കൊണ്ടാണ് ഈ സംസാരബന്ധം ഇതെല്ലാം ഉണ്ടായതെങ്കിൽ അത് പൂർണ്ണമായിട്ടും നശിക്കാൻ എന്താണ് കാരണം? ജ്ഞാനം. അതുമാത്രമേ അതിന് കാരണമാവുള്ളൂ എന്ന് പറയേണ്ടി വരും. ശോകമോഹാദികളെ കൊണ്ട് ആവിഷ്ടനായിരിക്കുന്ന തെറ്റിദ്ധരിച്ച മനസ്സോടുകൂടിയ അർജുനൻ ശോകാകുലനായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത് ആദ്യത്തെ അധ്യായത്തിൽ. അതുകൊണ്ടാണ് അർജുനൻ്റെ ശോകം എന്ന് പറയാനുള്ള കാരണം. ആ ശോകം അങ്ങോട്ട് അതിഗംഭീരമായപ്പോൾ ഈ ശോകം ഇല്ലാതെ ഉണ്ടാക്കി തീർത്താലല്ലേ ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതാണ് പിന്നീട് ഭഗവാൻ നിർവഹിക്കുന്നത്. അവിടെയാണ് രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത്. ഇങ്ങനെ ആ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേരും അതാണ്, സാഖ്യയോഗം. സാഖ്യം എന്ന് വെച്ചാൽ മറ്റേ സാഖ്യശാസ്ത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗീതയിൽ സാഖ്യം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം. സമ്യക് ഖ്യായതേ ഇത് സാഖ്യം. അപ്പോൾ ശരിയായി മനസ്സിലാക്കാൻ. അതാണ് എല്ലാം ഇന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അത് ശരിയായ ജ്ഞാനമല്ല എന്നുള്ളതാണ് ദോഷം. അപ്പം ശരിയായി മനസ്സിലാക്കലാണ് ഈ രണ്ടാം അധ്യായത്തിൽ. അതെന്താണെന്ന് നോക്കാം. സഞ്ജയ ഉവാച, സഞ്ജയൻ പറയാണ്. ഇപ്പം ധൃതരാഷ്ട്രോട് ചോദിച്ചു, അവിടെ എന്താണ് നടക്കുന്നത് സഞ്ജയ? അപ്പം അദ്ദേഹം ജ്ഞാനദൃഷ്ടിയാൽ അത് കണ്ടുകൊണ്ട് മറുപടി കൊടുക്കുകയാണ്. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന എന്ന്. അപ്പോൾ ഒന്നും ഇനി ചെയ്യാൻ വയ്യ, കഷ്ടത്തിലായേ എന്നും പറഞ്ഞിട്ട് ഒരൊറ്റ ഇരുത്തല്ലേ ആ ഇതൊക്കെ ഉപേക്ഷിച്ച്. ആ സമയത്ത് മധുസൂദന ഉവാച, അപ്പോഴാണ് ഭഗവാൻ സംസാരിക്കേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് സംസാരിക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ, ദ്വാരകയിൽ പോയി ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടാണ് ഈ കർമ്മത്തിൽ ഏർപ്പെട്ടത്. അല്ലാതെ ഭഗവാൻ നേരിട്ട് ഇത് വന്നതല്ല. ദുര്യോധനൻ അക്ഷൗഹിണി സൗന്യത്തെ ആവശ്യപ്പെട്ടു, അർജുനൻ ഭഗവാന്റെ സാന്നിധ്യം ആവശ്യപ്പെട്ടു. രണ്ടുപേർക്കും തുല്യമായിട്ട് അവരാവശ്യപ്പെട്ടത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഭഗവാൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നത്. അപ്പോൾ പങ്കെടുത്തിട്ട് റെഡിയായി രഥം സ്ഥാപയം അച്യുത എന്നാണ് പറഞ്ഞത്. ഹേ അച്യുത, എൻ്റെ രഥം ഈ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന ഈ യോദ്ധാക്കളുടെ നടുക്ക് കൊണ്ടുപോയി നിർത്തൂ. ഏതാ നിരീക്ഷിയതം, ഞാൻ എല്ലാവരെയും ഒന്ന് കാണട്ടെ അതിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാനും അതുപോലെയാണ് പറഞ്ഞു. രഥം സ്ഥാപയിത്വ രഥോത്തമം, ഉത്തമമായിരിക്കുന്ന രഥത്തെ ഈ ഭീഷ്മദ്രോണാദികളുടെ മധ്യത്തിൽ കൊണ്ടുപോയി ആര് നിർത്തി. ഇസമയത്താണ് അർജുനൻ എന്തായത്,
വിചാരം വരണത് ഇതൊക്കെ ബന്ധുക്കളാണ്, അല്ല ഇവരെല്ലാം കൊന്നാൽ, ഈ ഭടന്മാരെ എല്ലാം കൊന്നാൽ ഇവരുടെയൊക്കെ വീടനാഥമാവും, വീടനാഥമായാൽ സ്ത്രീകൾ അനാഥമാവും, സ്ത്രീകൾ അനാഥമായാൽ അവിടെ അധർമ്മം വരും, അധർമ്മം വന്നാൽ സങ്കരം വരും, സങ്കരം വന്നാലോ ലുപ്തപിണ്ഡോദക ക്രിയ എന്നുള്ള ക്രമേണ ഈ കർമ്മശേഷക്രിയാദികളിൽ ലോകം വരും. തദ്വാര എല്ലാ കാലത്തും മനുഷ്യജാലത്തിന് മുഴുവൻ നരകം നിയതേവാസ അല്ലേ, നിതാന്തമായി നരകത്തിൽ വസിക്കേണ്ടി വരും. ഇതാണ് സമൂലനാശം. അതാണ്. ഇതൊക്കെ നല്ലത് തന്നെ. ഈ പറഞ്ഞതൊക്കെയും സത്യമാണ്, ചിന്തയും ശരിയാണ്. പക്ഷേ അത് ചിന്തിക്കേണ്ടപ്പോൾ ചിന്തിക്കണം. ഇതുവരെ ചിന്തിക്കാതെ യുദ്ധക്കളത്തിൽ വന്നിരുന്നപ്പോഴാണ് അർജുനന് ഈ ചിന്ത വന്നത്. പക്ഷെ ഈ ചിന്ത പോലും വന്നിട്ടില്ല മറ്റുള്ളവർക്ക്, ആർക്ക്? ദുര്യോധനാദികൾക്ക്. അതെന്തുകൊണ്ടാണ്? ചിത്തശുദ്ധി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ചിത്തശുദ്ധനായിരിക്കുന്ന, ശുദ്ധ ഹൃദയനായിരിക്കുന്ന അർജുനനെ ശങ്ക വന്നപ്പോൾ മധുസൂദന ഉവാച എന്നാണ് ഭഗവാൻ നേരിട്ട് പറയുന്നത്. കാരണം എന്താ? ഭക്തന്മാരെ സഹായിക്കാൻ ഭഗവാൻ നേരിട്ട് വരും. അതാണ് ഇവിടെ ഭഗവാൻ നേരിട്ട് പറയുന്നു. എന്താ അത്? ആരോടാ പറയണതെന്ന് വെച്ചാൽ അശ്രുപൂർണാകുലക്ഷണം എന്നാണ്. ഇവിടെ കണ്ണീരണിഞ്ഞിട്ടായിരിക്കണത്. കണ്ണീരിങ്ങനെ അണിഞ്ഞ് കൃപയാവിഷ്ടം. എങ്ങനെയാ? കാരുണ്യം. ഈശ്വരന് പോലും ഇല്ലാത്തൊരു കാരുണ്യമാണ്. അത്ര വലിയൊരു കാരുണ്യം. എന്നിട്ടോ കണ്ണുനീരണിഞ്ഞ് വിഷണ്ണനായിട്ട് ഇരിക്കുക. അപ്പോഴാണ് ആ അർജുനനോടാണ് മധുസൂദന ഉവാച എന്ന് പറഞ്ഞു ഭഗവാൻ പറയുകയാണ്. എന്നാലും 11ാമത്തെ ശ്ലോകം മുതൽക്കേ ഗീതയുടെ ആ പരമാർത്ഥം ഗീത ഇടാവുന്നുള്ളൂ. അതിൻ്റെ ഉപോദ്ഘാതമാണ് എപ്പോഴും. എന്താ ഭഗവാൻ പറഞ്ഞത് അല്ലേ? ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം. അങ്ങനെയാ. അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. അർജുന അകീർത്തികരം. അർജുന, ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇത് അകീർത്തികരം. നീ ഇപ്പോൾ വലിയ കീർത്തിമാനാണ്. ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി കീർത്തി നശിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം. എന്താണ് നിനക്ക്? എവിടുന്ന് അർജുന? വാസ്തവത്തിൽ അനാര്യജുഷ്ടം. അങ്ങനെയാ, ആര്യന്മാർക്ക് ചേരാത്തതാണ്. സജ്ജനങ്ങൾക്ക്, വിദ്വാൻമാർക്ക്, ആര്യന്മാർ അവർക്ക് ചേരാത്തൊരു കാര്യമാണ് അനാര്യജുഷ്ടം. അങ്ങനെയാ, അവർക്ക് ചേരാത്തൊരു കാര്യമാണ് നിൻ്റെ മനസ്സിലിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അസ്വർഗ്യം. ഇതേ സ്വർഗത്തിനും ഉതകില്ല. പിന്നെ അസ്വർഗ്യം അകീർത്തികരം അർജുന. ഇത് സ്വർഗവും തരില്ല, കീർത്തിയും തരില്ല എന്നുള്ളത് മാത്രമല്ല, ദുഷ്കീർത്തി ഉണ്ടാക്കി തരുകയും ചെയ്യും. അങ്ങനത്തെ ഈ ഒരവസ്ഥയിൽ
ഈ ഒരു അവസ്ഥയിൽ കുതസ്ത്വാ കശ്മലം ഇതം കശ്മലം, എവിടുന്നാണ് നിനക്ക് ഇങ്ങനൊരു വിമോഹം, ഒരു വിഷമാവസ്ഥ, ഒരു മോഹാവസ്ഥ എങ്ങനെ ബാധിച്ചു അർജുന നിനക്ക് എന്നാ ചോദിക്കുന്നത്. എങ്ങനെയോ നിനക്ക് ബാധിച്ചു അപ്പോൾ എങ്കിൽ എന്നാ ഒന്ന് തീർച്ച വിടൂ. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ ന ഏതത് ത്വയി ഉപപദ്യത്തെ. കേട്ടോ, ന ഏതത്വയ്യുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ എന്ന്. പാർത്ഥ, ഒരു കാര്യം ഇവിടെ, ഹേ പാർത്ഥ, ക്ലൈബ്യം മാസ്മക എന്ന് ഈ പൗരുഷമില്ലായ്മ, ക്ലൈബ്യം എന്ന് വെച്ചാൽ ആണും പെണ്ണും കെട്ടതെന്നർത്ഥം. ക്ലൈബ്യം ഈ പൗരുഷമില്ലാത്തതായിരിക്കുന്ന പ്രവൃത്തി, ഇത് മാസ്മ നിനക്ക് യോഗ്യമല്ല, അത് ഉപേക്ഷിക്കൂ. ഇത് നിനക്ക് ഒട്ടും യോഗ്യമല്ല, യോജിച്ചതല്ല. ഏതത് ത്വയി ഉപപദ്യത്തെ, ഏതത് ത്വയി ന ഉപപദ്യത്തെ, ഇത് നിനക്കൊട്ടും യോഗ്യമല്ല, യോജിച്ചതല്ല. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ക്ഷുദ്രമായിരിക്കുന്ന ഒരു ചെറിയ വികാരം കൊണ്ട് ഉടലെടുത്തതായിരിക്കുന്ന ഈ വിചാരധാര, മനസ്സിൻ്റെ ചഞ്ചലിപ്പ്, ഇത് ത്യക്ത്വ, ഇതുപേക്ഷിച്ചിട്ട് ഉത്തിഷ്ഠ ഭാരത, എഴുന്നേൽക്ക് എന്ന്. ഇതാണ്. ഇത് ശാശ്വതമൊന്നുമല്ല, കഴിഞ്ഞ കാലത്തുണ്ടായില്ല, ഇനി വരും കാലത്തുണ്ടാവും എന്ന് തോന്നണില്ല, ഈ സമയത്താണ് ഉണ്ടായത് അല്ലേ. ഇതിനെ വിശ്വസിക്കാൻ വയ്യ. ഇതിനെ എത്രയോ മുമ്പ് ആലോചിക്കാമായിരുന്നു ഈ ചിന്തകളൊക്കെ. ധർമ്മം പഠിച്ചിട്ട് എത്ര കാലമായി, പക്ഷേ ഇത്രത്തോളം പ്രവർത്തിച്ച് ഇവിടെ വെച്ച് വേണോ ഈ ധർമ്മചിന്ത? അതിന് ധർമ്മം ചീത്തയായിട്ടല്ല, ഉചിതമായിരിക്കുന്ന സമയത്ത് അല്ല ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ ത്യക്തോത്തിഷ്ഠപരന്തപ, ഈ ഹൃദയ ദൗർബല്യത്തെ വലിച്ചെറിഞ്ഞ് എഴുന്നേൽക്കൂ, ഉണർന്നെഴുന്നേൽക്കൂ അർജുന എന്നിങ്ങനെ പറയാ. ഇതിങ്ങനെ കേട്ടപ്പോൾ അർജുനനും അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട്, എന്ത് സങ്കടപ്പെടാനിരിക്കണം, അതൊന്നല്ല, നല്ല ഉഷാറായിട്ട് വരും, നമ്മളൊക്കെ ഉണ്ടാവില്ലേ ഒപ്പം ഒരു സാന്ത്വനമാണ് കൊടുത്താൽ എന്താവും, ഒരാരോഗ്യം അങ്ങോട്ട് കിട്ടും അല്ലേ. അപ്പോഴാണ് ഒരാരോഗ്യം വന്നതുപോലെ അർജുനനും തോന്നി. എന്നിട്ട് അർജുനൻ പറയാണ്, അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാരിഹാവരിസൂദന. അങ്ങനെയാണ് ഇവിടെ കൃഷ്ണ ഭഗവാനെ, മധുസൂദനായിരിക്കുന്ന ഭഗവാനെ, ഇവിടെ പൂജാരികാഹ ദ്രോണ ഭീഷ്മ പ്രമുഖാഹ, അങ്ങനെയാണ് പൂജനീയന്മാരായിരിക്കുന്ന ഗുരുക്കന്മാരും പിതാക്കന്മാരും ഒക്കെ ആയിരിക്കുന്ന ഈ ദ്രോണാചാര്യര്, ഭീഷ്മ പിതാമഹൻ, ഇവരെല്ലാം യുദ്ധത്തിൽ എങ്ങനെയാണ് ഇവരെയൊക്കെ ഞാൻ കഥം സംഖ്യയെ ഇഷുഭി പ്രതിയോത്സ്യാമി, എങ്ങനെ ഞാൻ ഇവരെ ഈ യുദ്ധത്തിൽ ആ ആയുധങ്ങളെ കൊണ്ട് നേരിടുക?
കാരണം എനിക്ക് ആയുധം എടുക്കാൻ പഠിപ്പിച്ചതവരാണ്. എന്നെ പാലൂട്ടി വളർത്തി ഇത്തോതിലാക്കി തന്ന അവരെ നേർക്ക് ഞാൻ എങ്ങനെ ഈ ആയുധം എടുത്ത് ഉപയോഗിക്കും ഭഗവാനെ? ഒരിക്കലും സാധ്യമാവുന്നില്ല. അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് വയ്യ, ഞാൻ ചെയ്യില്ല എന്ന് പറയാം. മാത്രമല്ല, ഗുരൂനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗൻ രുധിരപ്രതിഗ്ധാൻ. അങ്ങനെയാ പറയണത്. ഈ ഗുരൂനഹത്വ മഹാനുഭാവാൻ ഗുരുൻ, അങ്ങനെയാ മഹാനുഭാവന്മാരായിരിക്കുന്ന ഈ ഗുരുക്കന്മാരെ ഗുരുവൻ ഹത്വ ഇവരെ കൊന്നിട്ട് ശ്രേയോഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ, ശ്രേയോഭോക്തും ശ്രേയസ്സിനെങ്ങനെ അനുഭവിക്കാൻ വേണ്ടി നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഭൈക്ഷ്യം. ഇതെല്ലാം ഉപേക്ഷിച്ചൊക്കെ അവരെടുക്കട്ടെ. എന്നിട്ടോ ഞാനൊരു സന്യാസിയായേക്കാം, ഒരു സന്യാസം സ്വീകരിച്ചേക്കാം, എന്നിട്ട് ഭിക്ഷാടനം നടത്തി ജീവിച്ചോളാം. അതല്ലേ ഇതിനേക്കാൾ അധികം നല്ലത്? ഹത്വാർത്ഥകാമംസ്തു ഗുരൂനിഹൈവ. അങ്ങനെയാ ഇവിടെ ഇവരുടെ രുധിരപ്രതിഗ്ധാൻ എന്ന് പറയുന്നതായിട്ട്, രുധിരം എന്ന് വെച്ചാൽ ചോരയാണ്. ഇവരുടെയെല്ലാം ചോര പുരണ്ടതായിരിക്കുന്ന ഇവരെയൊക്കെ കൊന്ന് ഹത്വ കൊന്നിട്ട് ചോര പുരണ്ടതായ രുധിരപ്രതിഗ്ധാൻ, ചോര പുരണ്ടതായിരിക്കുന്ന അർത്ഥകാമ ആദികൾ, പണവും അതുപോലെ സമ്പത്തും ഇതൊക്കെ തന്നെ ഉണ്ടായിട്ട് ഭുഞ്ജീയ ഭോഗാൻ, ഈ ഭോഗങ്ങളെയൊക്കെ എങ്ങനെ അനുഭവിക്കാനാണ്? ഇങ്ങനെ ചോര പുരണ്ടതായിരിക്കുന്ന ഈ ഗുരുക്കന്മാരെ കൊന്ന് ചോര പുരണ്ടതായിരിക്കുന്ന ഈ ഭൂമിയും അർത്ഥങ്ങളും സുഖങ്ങളും ഒക്കെ എങ്ങനെ ഭുജിക്കും, എങ്ങനെ അനുഭവിക്കും? അതുകൊണ്ട് ഭഗവാനെ ന ചൈതദ്യുമ്ന കതരന്നോ ഗരീയഃ യദ്വാ ജയേമ യതി വാ നോ ജയേയു യാനേവ ഹത്വാ ന ജിജീവിഷാമ തേവ സ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. തന്നെ ഇതേ പറയാനുള്ളൂ. ഒന്നാണ് എനിക്ക് ചോദിക്കാൻ ഉള്ളത്, ഭഗവാനെ നചൈതത് വിദ്മഃ കതരം നോ ഗരീയഃ യദ്വാ ജയേമഃ യതി വാ നോ ജയേയു. അങ്ങനെയാ ഈ ധൃതരാഷ്ട്ര പുത്രന്മാരെ നമ്മൾ ജയിക്കണം, അങ്ങനെയാ, അതോ അവർ നമ്മളെ ജയിക്കണം? യദ്വാ ജയേമ യതിവാനോ ജയേയു. ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ ഈ യുദ്ധത്തിൽ ജയിക്കണം, അതോ നമ്മൾ അവരെ ജയിക്കണം? ഏതാ വേണ്ടത്? എന്തായാലും ശരി, ഏതാണ് അഭികാമ്യം എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവണില്ല, ഒന്നും മനസ്സിലാവണില്ല. ഏതാണ് ശ്രേയസ് എന്നുള്ളത് ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി യാനേവ ഹത്വാ ന ജിജീവിഷാമഃ, യാൻ ഏവ ഹത്വാ, ഇങ്ങനെയുള്ള ഏത് കൂട്ടരെ വധിച്ചാൽ പിന്നെ ജീവിക്കാൻ
നമ്മൾക്ക് ആഗ്രഹം ഇല്ലയോ? അങ്ങനെയാണ്. ബന്ധുക്കളെയല്ലേ, ഈ ബന്ധുക്കളെയെല്ലാം കൊന്നിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ല. തേ അവസ്ഥിത പ്രമുഖേ ധാർത്തരാഷ്ട്രാഹ. അങ്ങനെയുള്ള ആ ബന്ധുക്കൾ തന്നെയല്ലേ, ധൃതരാഷ്ട്ര പുത്രന്മാരായിരിക്കുന്നവരല്ലേ ഇവിടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏതൊരാളെ കൊന്നാൽ ഇതൊന്നും അനുഭവിക്കാൻ ഇഷ്ടമല്ലയോ, ആ കൊല്ലാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ കൊന്ന് ഇവരുടെയൊക്കെ ചോര പുരണ്ടതായിരിക്കുന്ന ഈ വസ്തുക്കളൊന്നും എനിക്ക് അനുഭവിക്കുവാൻ താല്പര്യമില്ല ഭഗവാനെ. അത് യുദ്ധത്തിനായി എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് എന്നതിനാൽ എനിക്കിവരെ കൊല്ലാൻ സാധ്യമല്ല എന്നതിന് വീണ്ടും പറയുക. മാത്രമല്ല, കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഇതാണ് പഠിക്കുന്നത്. ഇതാണ് ലോകത്തിന് മുഴുവൻ ഒരു പാഠം. എന്താ അത്? അങ്ങനെ ഇതികർത്തവ്യതാമൂഢത്വം വന്നാൽ ഈശ്വരനെ ആശ്രയിക്കൂ. സർവദാ ഈശ്വരനെ ആശ്രയിച്ച് ഭഗവാനെ സദ്ബുദ്ധി കാണിച്ചു തരൂ, എന്താണ് മാർഗം എന്നുള്ളത് കാണിച്ചു തരൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരുത്തൻ വേണ്ടത്. എന്നാൽ സന്മാർഗം ഈശ്വരൻ കാണിച്ചു തരും. അങ്ങനെയാണ്, അതിലൂടെ പോയാൽ മതി. ഇവിടെ അതാണ് അർജുനൻ കാണിച്ചു തരുന്നത്. എന്നെ അങ്ങോട്ട് കലുഷിതമായി മനസ്സ്. കാർപ്പണ്യദോഷ അപഹത സ്വഭാവ. ഈ അഹന്താമതകളെ കൊണ്ടും ഒക്കെപ്പാടെ എന്താ വേണ്ടതെന്നറിയാതെ അപഹത സ്വഭാവം ബുദ്ധി മുഴുവൻ അങ്ങോട്ട് മരവിച്ചു. എന്നിട്ടോ ത്വാം പൃച്ഛാമി. അതുകൊണ്ട് ഞാൻ അവിടുത്തെയോട് ചോദിക്കുകയാണ് ഭഗവാനെ, ധർമ്മസമ്മൂഢചേതാഹം. ഈ ധർമ്മം എന്താണെന്നറിയാത്ത, ധർമ്മം ഏതാണ് ധർമ്മം എന്നറിയാതെ കണ്ട് ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. യത് ശ്രേയസ്യാത്, ഏതാണ് എനിക്ക് ശ്രേയസ്, തത് നിശ്ചിതം മേ ബ്രൂഹി, അതെനിക്ക് തീർച്ചയായിട്ടൊന്ന് പറഞ്ഞു തരൂ. തേ അഹം ശിഷ്യരൂപേണ ശാധി എന്ന് അങ്ങ് എന്നെ ഒരു ശിഷ്യനായിട്ട് എടുത്ത് ഉപദേശിച്ചു തരൂ. അഹം മാം ത്വാം പ്രപന്നം. അങ്ങയുടെ കാക്കല് വീണ് അഭയം പ്രാപിച്ചിരിക്കുന്നു ഞാൻ. എന്നെ ഒരു ശിഷ്യനായി സ്വീകരിച്ച് എനിക്കേതാണ് ശ്രേയസ്, ഏതാണ് നിശ്രേയസ്, ശ്രേയസ്സല്ലാത്തത്, ഏതാണ് ഗുണം, ഏതാണ് ദോഷം, എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യരുതാത്തത്, ഇതൊന്നും അറിയാതെ ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിയാകെ ഭ്രമിക്കുന്നു. ഈ ഒരവസ്ഥയിൽ ഭഗവാനെ നേരെയാക്കി തരണേ, വേണ്ടത് തോന്നിക്കണേ എന്ന് പറഞ്ഞ് കാക്കലങ്ങട്ട് വീഴുക. ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് ചെയ്യുകയാണെങ്കിലും, എന്താരംഭിക്കുകയാണെങ്കിലും, എന്തവസാനിക്കുകയാണെങ്കിലും നമ്മൾ ഈ ശ്ലോകം ഇങ്ങോട്ട് പഠിക്കുക. എന്നിട്ടോ ഇത് ചൊല്ലിയാണ് നമസ്കരിക്കുക. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യച്ഛ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന്. വലിയ സംസ്കൃതജ്ഞാനമൊന്നും വേണ്ടല്ലോ, ഒന്ന് മാത്രം മനസ്സിലാക്കുക. എന്താണ് ഇതിന് താല്പര്യം എന്ന് വെച്ചാൽ
കലുഷിതമായിരിക്കുന്ന എൻ്റെ മനസ്സിൽ വേണ്ടതും വേണ്ടാത്തതും ഒന്നും തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല. അതിനാൽ ഈ നമസ്കരിക്കുന്ന ഇവനെ ഒരു ശിഷ്യനായി സ്വീകരിച്ച് സന്മാർഗം കാണിച്ചു തന്ന് അത് നടത്തിച്ചു തരണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥനയിൽ നിന്നാണ് ജീവിതം ആരംഭിക്കേണ്ടത്. എന്നാൽ ഭഗവാൻ അത് ഏറ്റെടുക്കും. ഇത് ഭക്തിയാണെങ്കിലും ശരി, ജ്ഞാനമാണെങ്കിലും ശരി, ഇനി കർമ്മമാണെങ്കിലും ശരി, ഈ ഒരു പ്രാർത്ഥനയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കർമ്മത്തിൻ്റെ കഥയൊക്കെ ഇനി പറയാൻ പോണേ ഉള്ളൂ. ഓരോരോ കഥകളും പറയും. അപ്പോൾ മനസ്സിലാവും എന്താ കർമ്മത്തിനും ഈ ഭഗവാനാണ്, ഭക്തിക്കും ഈ ഭഗവാനാണ്, ജ്ഞാനത്തിനും ഈ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ശ്ലോകം പഠിക്കുക, എന്നിട്ട് എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിക്കുക ശ്രീകൃഷ്ണനെ. എന്നാൽ അർജുനനെ ഭഗവാൻ എങ്ങനെ സന്മാർഗം കാണിച്ച് നയിച്ചു, അതുപോലെ നമ്മളുടെ ജീവിതത്തിലും നമ്മളെ ഭഗവാൻ കൊണ്ട് നടക്കും. അതിന് യാതൊരു സംശയവും വേണ്ട എന്ന്. അപ്പോൾ ഈ ഒരു നല്ല ശ്ലോകം എല്ലാവരും ജീവിതത്തിൽ പഠിക്കുക. അതൊരു മന്ത്രമാണ്. അപ്പോൾ നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമൗ അസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. ഭഗവാനെ, ഈ ഭൂമുഖത്ത് അവാപ്യ ഭൂമൗ, ഈ ഭൂമിയിൽ അസപത്നമൃദ്ധം രാജ്യം അവാപ്യ, അങ്ങനെയാ, എതിരാളികളൊന്നുമില്ലാത്ത, അസപത്നമൃദ്ധം, എതിരാളികളേ ഇല്ലാത്തതായിരിക്കുന്ന രാജ്യം അവാപ്യ, ഈ രാജ്യത്തെ സമ്പാദിച്ചിട്ട്, അതിസമ്പത്തായിരിക്കുന്ന ഈ രാജ്യത്തെ സമ്പാദിച്ചിട്ട്, സുരാണാമഭിജാധിപത്യം. ഇനി ദേവന്മാരുടെ, അതുമല്ല ഇതിനേക്കാൾ വലുത്, ദേവന്മാരുടെ ആധിപത്യമോ കിട്ടിയാൽ പോലും, ദേവന്മാരുടെ ആധിപത്യം കിട്ടിയാൽ പോലും എന്താവും? യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം ആണ്. എൻ്റെ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ അങ്ങോട്ടങ്ങോട്ട് ശോഷിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന, ഉണക്കിക്കളയുന്ന, എൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഒന്നിനെയും ഞാൻ കാണില്ല. ഇതിനെ ഇല്ലാതാക്കുന്ന ഒരു വസ്തുവിനെ ഞാൻ കാണുന്നില്ല ഭഗവാനെ. നഹി പ്രപശ്യാമി, ഞാൻ കാണുന്നില്ല. എൻ്റെ ഈ അസാധ്യമായിരിക്കുന്ന രാജ്യത്തെ, എതിരാളികളൊന്നുമില്ലാത്ത രാജ്യത്തെ, രാജ്യമായാലും ശരി, ഇനി ദേവന്മാർക്ക് പോലുമില്ലാത്ത ഐശ്വര്യമായാലും ശരി, എന്തായാലും ശരി, ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയുമെല്ലാം നിത്യം ശോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ, വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ ദുഃഖത്തെ ഇല്ലാതാക്കാൻ ഇതൊന്നും വസ്തുക്കളാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ദുഃഖത്തെ ഞാൻ എങ്ങനെ ഇല്ലാതാക്കും? അതാണ് ചോദ്യം. ഇങ്ങനെ പറഞ്ഞാൽ ഭഗവാനെ, അവിടുന്ന് ശാധിമാന്ത്വാം പ്രപന്നം, കാക്കല് വീണ് അങ്ങ് ശിഷ്യനെപ്പോലെ സ്വീകരിച്ച് മാം ശാധി, എന്നെ ശാസിച്ചു വളർത്തു എന്ന് പറഞ്ഞ് ഭഗവാനെ അങ്ങോട്ട് ഏൽപ്പിച്ചു അർജുനൻ. ഞാൻ ആരുമല്ല, എല്ലാം അങ്ങ് തന്നെ നോക്കണം എന്ന് പറഞ്ഞ് ഭഗവാനെ അങ്ങ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതങ്ങോട്ട് ചെയ്തപ്പോൾ ധൃതരാഷ്ട്ര ചോദിച്ചു, ഇപ്പം എന്താണ് സംഭവിച്ചത്?
അവിടെ ആ യുദ്ധക്കളത്തിൽ സഞ്ജയ പറഞ്ഞു തരൂ എനിക്ക് എന്നെ പറഞ്ഞപ്പോൾ സഞ്ജയൻ പറയാണ്. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം. അങ്ങനെയാ ഈ ഹൃഷീകേശനോട് ഇപ്രകാരം അങ്ങനെ പറഞ്ഞപ്പോൾ ആരോടാ പറഞ്ഞത്? ഏവമുക്ത്വ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആര്? പരന്തവായി അർജുനൻ പ്രകാരം പറഞ്ഞു. ആരോടാ പറഞ്ഞത്? ഋഷികേശാണ്. ഋഷികേശനാണ് ഈ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ നിയന്താതാവായിരിക്കുന്ന ഭഗവാനോടാ പറഞ്ഞത്. അതാണ് ഋഷികേശ എന്ന് പറയാനുള്ള കാരണം. ഗുഡാകേശ പരന്തവ. എങ്ങനത്തെ ആളാ? പറഞ്ഞാലും അതെ യോഗ്യനാ. കാരണം ഉറക്കത്തെപ്പോലും ജയിച്ച ആളാണ്. ഉറക്കാണ് ഏറ്റവും തമസ് അല്ലേ? ആ തമസ്സിനെപ്പോലും ജയിച്ചവനാണ് ആര്? അർജുനൻ. അപ്പോൾ തപസ്സുള്ളവനാ, ചിത്തശുദ്ധിയുള്ള ആളാ. ചിത്തശുദ്ധിയുള്ള ആ മനുഷ്യൻ ഈ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ നിയന്താതാവായിരിക്കുന്ന ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവ. അപ്പോൾ നയോത്സ്യേ, എന്നെ കൊണ്ട് യുദ്ധം ചെയ്യാനാവില്ല ഗോവിന്ദ എന്ന് പറഞ്ഞ് തൂഷ്ണീം ബഭൂവ. തൂഷ്ണീം ബഭൂവ എന്ന് പറഞ്ഞാൽ പോരെ? വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞാൽ പോരെ? ഒരത്ഭുതം തന്നെ. എന്ത് ഈ അത്ഭുതത്തിന് എന്ന് പറയാനുള്ള കാരണമെങ്കിൽ, വെറുതെ ഇരിക്കുക എന്നുള്ളത് ഇയാളുടെ ഇഷ്ടമല്ലേ? എന്നിട്ടോ ഇന്ദ്രിയങ്ങളെ അടക്കം നിയന്ത്രിക്കുന്നത് ഞാനല്ല, ആ ഋഷികേശനാണ് എന്ന് മനസ്സിലാക്കി ഋഷികേശനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് എന്ത് കണ്ടിട്ടാ ഞാനാണെന്ന് അഭിമാനിക്കുന്നത്? ഞാൻ വെറുതെ ഇരിക്കുകയാണെന്ന് എന്തിനാ അഭിമാനിക്കുന്നത്? എനിക്കൊരു അഭിമാനിക്കാൻ ഒരു വകയുമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി നടക്കുക എന്നുള്ളതല്ല, ഈശ്വരൻ ഉദ്ദേശിച്ച രീതിയിൽ സംഭവിക്കും എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വച. അങ്ങനെയാണ്. ഋഷികേശ തം വാച ഉവാച. അങ്ങനെയാണ്. ആ ഋഷികേശൻ ഭഗവാൻ ഓക്കെ ഞാൻ ഏറ്റെടുത്തു. നീ മിണ്ടാതിരുന്നാലും ശരി, നീ മിണ്ടിക്കൊണ്ടിരുന്നാലും ശരി, നീ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചാലും ശരി, നീ ചെയ്യണ്ടെന്ന് ഉദ്ദേശിച്ചാലും ശരി, നീ എന്തുദ്ദേശിക്കണമോ അത് നടക്കില്ല. ഞാൻ എന്തുദ്ദേശിക്കണമോ അത് നടക്കും. അതുകൊണ്ട് നിന്നെ ഞാൻ ഏറ്റെടുത്തിരിക്കണം. ഋഷികേശ എന്നതാ പറഞ്ഞത്. ആ ഋഷികേശൻ വാചഹ, വചഹ, വാക്ക്, ഇത്രയും അധികമൊന്നും പറഞ്ഞിട്ടില്ല, വാക്ക് പറഞ്ഞു. തമുവാച, എങ്ങനെ? പ്രഹസൻ, ഒന്നങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് രാജാവേ എന്നിങ്ങനെ വിളിച്ച് എന്നിട്ടാ പറഞ്ഞ് സേനയോരുഭയോർമധ്യേ. എങ്ങനെയാ? രണ്ട് സേനകളുടെയും മധ്യത്തിൽ രഥത്തെ കൊണ്ട് നിർത്തിയിട്ട് ഈ വിഷീദന്തം ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഈ അർജുനനോട് ഇതാ പറഞ്ഞു, നിന്നെ ഞാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. എന്നെ ശരണം പ്രാപിച്ചില്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയാൻ തുടങ്ങി. അത് ഏവരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും ആ ഭഗവാന്റെ പാദത്തിൽ ആശ്രയിക്കുക. എന്നാൽ ആ ഭഗവാൻ നമ്മൾക്ക് വേണ്ടത് വേണ്ടപ്പോൾ പറഞ്ഞു തരും. യാതൊരു സംശയവും വേണ്ട, അത് തെറ്റില്ല.
ആ വഴിക്ക് നടന്നാൽ ഒരു കോവിഡിനെയും പേടിക്കണ്ട, ഒരു കാലത്തും ആരെയും പേടിക്കണ്ട, അവിടെ അന്തകനെപ്പോലും പേടിക്കേണ്ടതില്ല. അതാണ് ആ വചനങ്ങൾ. എന്താണെന്നല്ലേ? അതാണ് ദിവ്യമായിരിക്കുന്ന ശാസ്ത്രാർത്ഥം, ഉപനിഷദർത്ഥം, വേദാർത്ഥം. ആ ആത്മവിചാരത്തെ നമ്മൾക്ക് തുടങ്ങാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.